പൈസ ഉണ്ടാക്കാൻ പൈസൻ്റെ പിന്നാലെ അല്ല ഓടുന്നത്, പിന്നെ എന്തിൻ്റെ പിന്നാലെ ഓടേണ്ടത്? നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പണം ഉണ്ടാക്കാൻ പണത്തെ അല്ല ഫോളോ ചെയ്യേണ്ടതെന്നാണ്. ക്ലിയർ ആയോ? അപ്പോൾ പണം എന്നുള്ളതിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, പണം ഇല്ലെങ്കിൽ പട്ടിയേക്കാൾ പഴമാണ് ജീവിതം. അതിനകത്തൊന്നും ഒരു ടോക്കേ ഇല്ല. അതേപോലെ തന്നെ പൈസ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയ കോൺഫിഡൻസ് പൈസയാണ് കിട്ടുക. ചില ആളുകൾക്ക് സന്തോഷം കൊണ്ടുവന്ന് തരും. ചില ആൾക്കാരുടെ എക്സിസ്റ്റൻസേ പൈസയാണ്. ചില ആളുകൾക്ക് അതേപോലെ തന്നെ അവരുടെ നിലനിൽപ്പ്, അവരുടെ റെസ്പെക്റ്റ്, അവരുടെ കുടുംബത്തിലുള്ള ഒരു വെയിറ്റേജ്, കുടുംബത്തിലുള്ള ഒരു വില, ഇതൊക്കെ പൈസയാണ്. ഒരു കാര്യം ഓർപ്പിക്കാം, മണി എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ടൂളാണ് മണി. ശരിയല്ലേ? നമുക്ക് പലർക്കും ഈ പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും പൈസ ഉണ്ടാക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും. ഇന്നാലേ പൈസ കിട്ടിയാലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായി പൈസ ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക സ്ഥിരം. പക്ഷേ നമ്മൾ എന്തിന് പിന്നാലെ ഓടുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ത് കിട്ടണേ അതിന് എന്ത് കിട്ടും എന്നാണ് 90% ആളുകളും ചിന്തിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ആ കളി വരുന്നത്. പൈസ ഉണ്ടാക്കാൻ പൈസൻ്റെ പിന്നാലെ അല്ല ഓടുന്നത്, പിന്നെ എന്തിൻ്റെ പിന്നാലെ ഓടേണ്ടത്? നമുക്ക് പലർക്കും, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഓഫ് അസ് ഡോണ്ട് നോ ഹൗ ദ മണി വർക്ക്സ്. ഈ പൈസ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഏൺ ചെയ്യേണ്ടത്? ഇതൊരു സയൻസാണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ്സ് പ്യൂർലി എ സയൻസ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഒന്നും കൂടി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പൈസ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പൈസ കൊണ്ട് എന്ത് കിട്ടുന്ന പറഞ്ഞാൽ ഒന്നും കൂടി ചിന്തിച്ച് നോക്കുക. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള അറ്റൻഷൻ വേണം നമുക്ക്. നമ്മളുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചെടുക്കാൻ പറ്റും. നമുക്ക് സന്തോഷമുള്ള, റെസ്പെക്റ്റ് ഉള്ളത്, അതായത് നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും, നമുക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് നമുക്ക് ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ശരിയാണോ? അപ്പോൾ പൈസ കൊടുത്താൽ ഇമ്പാക്റ്റ് നമുക്ക് ലൈഫിലേക്ക് കിട്ടും. ക്ലിയർ ആണോ? സയൻസ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ പൈസ കൊടുത്താൽ ഇമ്പാക്റ്റ് കിട്ടുമെങ്കിൽ ഇമ്പാക്റ്റ് കൊടുത്താൽ പൈസ കിട്ടണം. ക്ലിയർ ആയോ? ലോജിക്ക് മനസ്സിലായോ? പക്ഷെ നമ്മൾ പലരും എന്തിൻ്റെ പിന്നാലെ ഓടുന്നത്? പണത്തിൻ്റെ പിന്നാലെ ഓടുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ എന്ത് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് തിരിച്ചൊഴുകി വരുന്ന പൈസൻ്റെ സൈസും ഫോഴ്സും. ക്ലിയർ ആയോ? നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ ലൈഫിലേക്ക് സന്തോഷവും ഇമ്പാക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് സയൻസ് ആണെങ്കിൽ അതേപോലെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമ്മൾ ഇമ്പാക്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് മണി ഫ്ലോ ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആ ഒരു ചെറിയൊരു പോയിന്റ് ക്ലിയർ ആയത്. നമ്മൾ പൈസൻ്റെ പിന്നാലെ ഓടി എന്താ സംഭവിക്കും? പൈസ നമ്മളിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോകും. റൈറ്റ്? അല്ലെങ്കിലോ റോബറി, പൈസ എടുക്കുക എന്ന് പറഞ്ഞാൽ റോബറിയാണ് നടക്കുന്നത്. അപ്പോൾ പൈസ എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പൈസ കൊടുത്ത് പൈസ തന്നെ വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. അതിന് ഡിഫറൻസ് ഉണ്ടാവില്ല. പൈസ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പൈസ വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പൈസനെയല്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്താൽ ആ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ സൈസ് അനുസരിച്ചുകൊണ്ട് നമ്മളിലേക്ക് മണി ഫ്ലോ ചെയ്യാൻ വരും. ക്ലിയർ ആയോ? ഇതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലെ മൂലേ ആളുകൾ പറയുന്നത്, നമ്മൾ സരസ്വതി, അതായത് കർമ്മത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കർമ്മത്തെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി വിൽ ഫോളോ എന്ന് പറയും. ഇഫ് വി ചേസ് ബിഹൈൻഡ് സരസ്വതി, ലക്ഷ്മി വിൽ ഫോളോ. ക്ലിയർ ആയോ? റൈറ്റ്? അപ്പോൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേ പാർട്ട് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് നിരവധി ആളുകൾ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം വരിക പറഞ്ഞാൽ, ഇത് വളരെ ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു 10-20 വർഷം കൊണ്ട്, അതായത് ഷോർട്ട് ടേം ആയിട്ട് വല്ല പ്രൈസ് കിട്ടുന്ന ആൾക്കാരോ വല്ല ലോട്ടറി അടിക്കുന്ന ആൾക്കാരോ അങ്ങനെ വല്ല ആൾക്കാരാണ് ഷോർട്ട് ടേം ആയിട്ട് 1 കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ടൊക്കെ വലിയ ആൾക്കാരാണ്. അത് നമുക്ക് കാണുമ്പോൾ ഇതെന്തോ ആളുകൾക്ക് ഭാഗ്യമാണെന്നോ പ്രൈസ് ആണെന്നോ അല്ലെങ്കിൽ കട്ട മുതലാണെന്നൊക്കെ തോന്നാൻ പറ്റും. അതേസമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള ഗുണങ്ങളിൽ കൂടെ ആളുകൾ സമ്പന്നരാവുന്നത് ലോങ് ടേമിലായിരിക്കും. 5, 10, 15, 20, 25 കൊല്ലം കൊണ്ടായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ കാഴ്ചയിൽ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ ചുറ്റുവട്ടത് നന്നായിട്ടുള്ള, അതായത് ഗുഡ് മണി കൊണ്ട് നന്നായിട്ടുള്ള മുഴുവൻ ആളുകളും
വളരെ ലോങ് ടേമിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അത് മേ ബി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വളരെ ബോട്ടം ലൈനിൽ നിങ്ങൾ എടുത്തു നോക്കുക, അല്ലാണ്ട് വളരെ ഒരു ടോപ്പ് ലൈനിലൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ബോട്ടം ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഓട്ടോ ഡ്രൈവർമാർ മുതൽ വാച്ച്മാൻ ആയിക്കോട്ടെ, ടീ ഷോപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, ബസ് ക്ലീനർമാരായിക്കോട്ടെ, ഈവൻ ബാർബർ ഷോപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, കാർപ്പൻറ്റേഴ്സ് ആയിക്കോട്ടെ, മേസൺ ആയിക്കോട്ടെ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ബിസിനസ്സുകാരോ അല്ല ഒരു കലക്ടറോ ഒരു ടീച്ചറോ ഒരു മാഷാരോ ആയിക്കോട്ടെ, ആരൊക്കെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ വളരെ സ്നേഹത്തോടുകൂടിയും വളരെ ഡെഡിക്കേറ്റഡ് സിൻസിയറുമായി മറ്റുള്ളവർക്ക് ഡിപ്പെൻഡബിളായി അവരുടെ ലൈഫിൽ അവർ ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മുഴുവൻ വളരെ വലിയ രീതിയിൽ റിച്ചായിട്ട് മണി ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇനി ഏതെങ്കിലും ഒരാളിനെ എടുത്തുകൊണ്ടൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് 90% ആളുകളും റിച്ചായിട്ടുണ്ടാവും. റൈറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റിച്ചായ ആളുകൾ മുഴുവൻ ഈ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിഞ്ഞവരായിരിക്കുകയും ചെയ്യും, നോ ഡൗട്ട്. അതിലെ ഒരു 10% നേരത്തെ പറഞ്ഞ ലോട്ടറി അടിച്ചവരും മറ്റുള്ള ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് മെജോറിറ്റി സയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് ഒരു സ്ഥലത്ത് പോയിട്ട് ശമ്പളം കൂട്ടി കിട്ടണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിച്ചാൽ ശമ്പളം കൂട്ടി കിട്ടുന്നത്, ദാറ്റ് ഈസ് റോങ്. ഒരു ബിസിനസ് നന്നായി ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും 5 രൂപയുടെ സാധനം 6 രൂപയ്ക്ക് വിറ്റിട്ടാണ് മറ്റേ നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാറ്റ് മീൻസ് വി ആർ അഗെയിൻ മൂവിങ് ബിഹൈൻഡ് മണി. റോങ്. നമ്മൾ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അത് ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്ത് പണിയും ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ മാതിരി ഏത് പണി ആയിക്കോട്ടെ, അവിടെ ഡിഫറൻസ് ഉണ്ടാവും. ഈ നമ്മൾ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അവിടെ ഡിഫറൻസ് ഉണ്ടാവും. അവിടെ ശമ്പളം കൂടും, ലാഭം കൂടും, കൂലി കൂടും, വോള്യം കൂടും, എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാവുന്ന പോലെ ഫീൽ ചെയ്യും. ആ അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ ജെന്യൂനും ഫെയറും ഇമ്പാക്റ്റ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ഇവിടെ ഇമ്പാക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോങ് റണ്ണിൽ നമ്മുടെ മണിയായിട്ട് ഫ്ലോ ചെയ്ത് നമ്മൾക്ക് വരികയാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ഈസ് ഇറ്റ് എ ഷോർട്ട് ടേം ഓർ എ ലോങ് ടേം എന്താ പറയുക എക്സസൈസ്? തീർച്ചയായിട്ടും ലോങ് ടേം ആണ്. ഇതിന് പകരം ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ നോക്കിയാൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വസ്തുത. ക്ലിയർ ആവണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആരും ചെറിയൊരു സമയം കൊണ്ട് പെട്ടെന്നൊരു സാധനം ഞാൻ ട്രൈ ചെയ്തു, അയ്യോ ഇത് കിട്ടിയില്ല, ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് നമ്മൾ ലവ് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കഥ എങ്ങനെ പോവുക നമുക്ക് പെട്ടെന്ന് പറയാൻ മനസ്സിലാവും. എങ്ങനെയാണ്? ആദ്യം ഇനീഷ്യലി നമ്മൾ അവരോട് കാണുക, എന്ത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആളുകൾ കാണാൻ കുഴപ്പമില്ല, ഇന്ന കുടുംബത്തിലാണെങ്കിൽ ഇന്ന രീതിയിൽ അവർ കുഴപ്പമില്ല, നന്നായി ഇഷ്ടപ്പെട്ടു. റൈറ്റ്? ഇതല്ലേ ഇഷ്ടം ഉണ്ടാവുക. ആ ഇഷ്ടപ്പെട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ എന്താവും? അങ്ങോട്ടും പരസ്പരം സംസാരിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുക രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അതായത് രണ്ട് വ്യക്തിയാണ്, 2 കുടുംബത്തിൽ ജീവിച്ച ആളുകളാണ്, അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവാം. എന്നിട്ട് വീണ്ടും സംസാരിച്ച് അതിനെ രണ്ടാൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമിക്കബിളായിട്ടൊന്ന് കറക്റ്റ് ചെയ്യും. ശരിയല്ലേ? വീണ്ടും അതേമാതിരി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ശരിയല്ലേ? വീണ്ടും അതിന് ചിലപ്പോൾ കറക്റ്റ് ചെയ്യും. വീണ്ടും കുറച്ചും കൂടി പോകുമ്പോൾ വീണ്ടും അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ഒരു 10-20 കൊല്ലമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സുഗമമായിട്ടുള്ള ലൈഫ്. ബിക്കോസ് ഒരാൾ ഒന്ന് ചിന്തിക്കുമ്പോൾ മറ്റയാൾക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ചിന്തിക്കുന്നത്, അത്രയും വേവ് ലെങ്ത് കറക്റ്റായി പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് ആ 20 കൊല്ലം കഴിയുമ്പോൾ വിചാരിക്കും, ആവും എന്താ അവർ തമ്മിലുള്ള സ്നേഹം, ഇത് സ്നേഹമല്ല. ഇത് മുമ്പ് മുതലുള്ള അവർ പരസ്പരം വളരെയധികം കഠിനാധ്വാനം നടത്തി പരസ്പരം മനസ്സിലാക്കി അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അവിടെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി ആ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബ്യൂട്ടി അവിടെ വരുന്നത്. ഇതേപോലെയാണ് ഈ റിച്ച്നെസ്സും. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണമല്ല. അപ്പം നാളെ കയറിയിട്ട് ഈ കോമൺ 25 കൊല്ലം കഴിഞ്ഞിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം, 2 അച്ഛനും അമ്മൻ്റെ അല്ലെങ്കിൽ 2 ഫാമിലിയുടെ ആളുകളുടെ പോലെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം നാളെ മുതലെന്ന് ചിന്തിച്ചാൽ ദാറ്റ് ഈസ് ആ ഒരു ആഗ്രഹമേ ടു ഇമ്മച്വർ ആണെന്നാണ് പറയേണ്ടത്. എന്തിനു വേണ്ടി നമ്മൾ ചെയ്യണോ അതിന് ഒരുപാട് സമയം കൊടുക്കണം, അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം, അതിനുവേണ്ടി ബിക്കോസ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പ്രിപ്പയർഡ് ആവണം, അതിനുവേണ്ടി പല സഹനങ്ങളും നടത്തണം, ഡിസ്കസ് ചെയ്യണം, വീണ്ടും കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് വേണം. അതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഇനി ഇമ്പാക്ട്ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ആ ഭാഗത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഇഷ്ടമാണോ എന്ന് ആദ്യം ഒന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യണം. ബിക്കോസ് ഇഫ് വി ആർ നോട്ട് ലവിങ് വാട്ട് വി ഡു ഓർ ഇഫ് യു ആർ ഡൂയിങ് വാട്ട് വി ലവ് അല്ലെങ്കിൽ അത് വല്ലാത്ത പ്രഷർ ഉണ്ടാക്കും നമ്മുടെ തലയ്ക്ക്. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല, നിർബന്ധമാണ്. റൈറ്റ്? അതേപോലെ തന്നെ
അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? വെറും നമുക്ക് ഇഷ്ടമുള്ള പാഷനായിട്ടുള്ള സാധനങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അത് പോരാ. അതായത് ഞാൻ ഇത് കഴിഞ്ഞാൽ അടുത്ത നമുക്കൊരു ടോപ്പിക് വരുമ്പോൾ ഇക്കിഗൈ എന്ന് പറഞ്ഞിട്ടുള്ള, ചിലപ്പോൾ സ്പെല്ലിങ്ങിൽ വലിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു ജപ്പാനി ടെർമിനോളജിയാണ്. ആ ടെർമിനോളജിയിലുള്ള ഒരു ചെറിയൊരു 4 ഫാക്ടർ പറഞ്ഞുതരാം. നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചായക്കടയാണെങ്കിലും ചായ കൊടുക്കണമെങ്കിലും, അതായത് എത്ര വലിയ പണിയാണെങ്കിലും എത്ര ചെറിയ പണിയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഒന്നിനും മോശമാക്കാനോ ഒന്നിനും നന്നാക്കാനോ അല്ല. ഇത്ര വലിയ പണിയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി 100 ആണെങ്കിൽ 99 വർക്ക് ചെയ്താൽ മതിയേ. എന്താണെങ്കിലും, അത് ചായപ്പണിയാണെങ്കിലും ശരി, അടിക്കുന്ന പണിയാണെങ്കിലും ശരി, അല്ല ബിസിനസ് ആണെങ്കിലും ശരി, കലക്ടർ ഉദ്യോഗമാണെങ്കിലും ശരി, നമ്മുടെ സ്കിൽ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ നമുക്ക് എങ്ങനെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ നമുക്ക് ചിന്തിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നതാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കുക. ഒപ്പം അതിൻ്റെ അകത്തൊരു 4 ഫാക്ടർ ഉണ്ട്. വാട്ട് യു ലവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2, നിങ്ങൾ എന്തിലാണ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നന്നായി ചെയ്യാൻ പറ്റുക. അത് രണ്ടാമത്തെ ടൈം. അടുത്തത്, വാട്ട് വേൾഡ് നീഡ്സ്, ഈ 2 സാധനവും ലോകത്തിന് ആവശ്യമുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ലോകത്തിനൊന്നുമില്ല, ആവശ്യമില്ലാത്ത ഒരു നിയമപരം അല്ലാത്തൊരു സാധനം ചെയ്തുകൊണ്ട് കാര്യമില്ല. അടുത്തത്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ഈ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോകത്തുള്ള ആളുകൾ എന്തിന് നിങ്ങൾക്ക് പൈസയായിട്ട് തരണം. ഈ 4 തമ്മിലുള്ള ഒരു കോർ സംയോജനമാണ്. അതായത് അതിൻ്റെ ഒരു കോറിലേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ ഉള്ള ഒരു ഏരിയ കിട്ടും നമുക്ക് വട്ടത്തിൽ. ആ ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് ആ ഏരിയൻ്റെ ഉള്ളിൽ പെടുന്നതാണെങ്കിൽ, അതായത് വാട്ട് വി ലവ്, നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു, വാട്ട് വി ആർ ഗുഡ് അറ്റ്, നമ്മൾ എന്തിനാണ് മിടുക്കൻ, റൈറ്റ്. ഇതിൻ്റെയൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ എന്താ പറയുക ChatGPT നോക്കിയാൽ വൃത്തിയായിട്ട് മനസ്സിലാവും. ഞാൻ കൂടുതൽ സമയം കളയേണ്ടതുകൊണ്ട് അതിൻ്റെ അത് ഡീറ്റെയിലിൽ പോകാത്ത അടുത്ത ഡിസ്കഷനിൽ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അടുത്തത്, ലോകത്തിന് എന്താണ് ആവശ്യം. 4, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ലോകം എന്തിന് നമുക്ക് പേ ചെയ്യണം. ഈ 4 എണ്ണത്തിൻ്റെയും കൂടി സംയോജനം വരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഈ ക്യാഷ് ഫ്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ആ ഫ്ലോ ഇങ്ങനെ വലിയ മോട്ടറിൽ ഇങ്ങനെ തള്ളില്ലേ വെള്ളം, അതുപോലെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അത് സൂചിപ്പിക്കാനുള്ള എത്രയേ ഉള്ളൂ, നെവർ എവർ ചേസ് മണി. പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടത്? പൈസന് ചേസ് ചെയ്യല്ല, ചേസ് ടു ക്രിയേറ്റ് ഇമ്പാക്റ്റ് ഓൺ അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. അതിലെന്തൊക്കെ വേണമറിയോ? ഇനി ഒരു 4 ഫാക്ടറും കൂടി ഞാൻ സൂചിപ്പിക്കുക, 5 ഫാക്ടർ. 1, അതിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെറിയ പണി ചെയ്യുകയാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള വിഷൻ വേണം, ഡ്രീം ചെയ്യാൻ. നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് ലോകത്തിന് തന്നെ പഠിപ്പിച്ചു തന്ന ഡ്രീം ചെയ്യാനും വിഷൻ ചെയ്യാനും. വിഷൻ ക്രിയേറ്റഡ് ആണോ, എങ്ങനെ പോകണം, ഇപ്പം എന്താണ്, ഇനി 1 കൊല്ലം കഴിഞ്ഞ് എന്താണ്, 5 കൊല്ലം കഴിഞ്ഞ് എന്താണ്, 10 കൊല്ലം കഴിഞ്ഞ് എന്താണ്, എവിടേക്കാണ് പോകണമെന്നൊരു വിഷൻ. 2, ആ വിഷനിലേക്കുള്ളൊരു ക്ലാരിറ്റി, ഈ വിഷനിലേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കണം, എങ്ങനെയാണ് ഈ വിഷനിലെത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് ക്ലിയർ. 3, അതിലേക്കുള്ള ഡിസിപ്ലിൻ വേണം, റൈറ്റ്. അതായത് ഇന്ന വിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ പാലിക്കപ്പെടണം. പാലിക്കുക എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയല്ല, അടുത്ത ടോക്കാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആ ഡിസിപ്ലിനിലേക്ക് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. തോൽക്കോ? തീർച്ചയായിട്ടും തോൽക്കും. അനവധി തവണ തോൽക്കും. അത് വീണ്ടും മീനിങ് ഫുള്ളായിട്ട് അതിട്ട് മീനിങ് ഫുള്ളായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് വരാൻ പറ്റും. ക്ലിയർ ആയോ? അടുത്തതോ, പെർസിവറൻസ്. ഇങ്ങനെ ഇടയ്ക്ക് തോൽവി വരുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ പിടിച്ച് പുറകിലോട്ട് വലിക്കാൻ നോക്കും. നിന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് വരെ നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പറയും, നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും. അവസാനം നമ്മുടെ മനസ്സും പറയുമ്പോഴും വിട്ടുപോവാതെ സ്ഥിരോത്സാഹത്തോടു കൂടി തിരിച്ച് മുന്നോട്ട് വീണ്ടും അതേ ആക്ഷനിലേക്ക് പോകുന്നതാണ് പെർസിവറൻസ്, റൈറ്റ്. ഈ രീതിയിൽ നിങ്ങൾ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പാണ് ഇത് സയൻസാണ്. അതുകൊണ്ട് അവിടെ മണി നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അണ്ടർലൈൻ, ബിക്കോസ് 1 + 1 = 2, റൈറ്റ്. താങ്ക് യു. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 30,000 രൂപ കൊണ്ട് എങ്ങനെ കോടികളുടെ ആസ്തി ഉണ്ടാക്കുക. അതിലേക്ക് ഒരുപാട് ആളുകൾക്ക് ഡൗട്ടും കമൻറ്റും കുറികളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും. അതേപോലെ സാധാരണ ഒരാളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മളുടെ ഇവിടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു 5% ആളുകളുണ്ട്. വളരെ ഐദർ റിച്ച് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ്, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ, അതുപോലുള്ള ആളുകൾ, കുറേ ആളുകൾ ഏറ്റവും ടോപ്പിൽ.
അത് വളരെ ലെസ് ദാൻ എത്ര പെർസെൻറ്റേജാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു ലെസ് ദാൻ 10% നോക്കിയാൽ ചെറിയ അത്രയൊന്നുമില്ല, ഞാൻ സുമാർ സൂചിപ്പിച്ചതാണ്. ബാക്കിയുള്ള 90% ആൾക്കാരില്ലേ, ആ ആളുകൾ മുഴുവൻ നല്ല രീതിയിലുള്ള ലൈഫ്, അതായത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യവും ഉണ്ടായി. അതേപോലെ അവർക്ക് നല്ല വീടും അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ അവർക്കൊക്കെ മാന്യമായിട്ടുള്ള ലക്ഷറിക്ക് അല്ലെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാനുള്ള സേവിങ്സ് എന്നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, റൈറ്റ്? അതും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം മുഴുവൻ വളരുമ്പോഴേ ഇവിടെ ഡെവലപ്ഡ് കൺട്രി ആവാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിലേക്കാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇതുവരെയുള്ള ലീഡേഴ്സും പല ആളുകളുമൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പല സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ നമ്മളതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. യെസ്, അതെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞൊരു വിഷൻ ക്ലിയറായിട്ട്, അതിനുശേഷം അതിനൊരു ക്ലാരിറ്റി, അതിനുശേഷം ഇതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ, അതിനുശേഷം കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി, അതിനുശേഷം കൃത്യമായിട്ടുള്ള പെർസിവറൻസോടുകൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും മറ്റ് ചില വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് നമുക്കും വളരെ വളരെ ഡെവലപ്ഡ് ആയിട്ടൊരു കൺട്രിയും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റവും നല്ല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് അണ്ണാരക്കണ്ണന് തന്നാലായ പോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിവരങ്ങളും നമ്മുടെ സംശയങ്ങളും നമ്മുടെ അറിവൊക്കെ തമ്മിൽ പങ്കുവെച്ചുകൊണ്ട് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവർക്കും പ്രോസ്പെരിറ്റി എല്ലാവരുടെ കുടുംബത്തിനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുക മൂന്ന് കാര്യങ്ങളായിരിക്കും. ഒന്ന്, കുടുംബപരമായിട്ടുള്ള പ്രോസ്പെരിറ്റി ഡെവലപ്പ് ചെയ്യാൻ. രണ്ട്, നമ്മുടെ ഏറ്റവും മനുഷ്യൻ്റെ ബേസിക് നീഡായിട്ടുള്ളൊരു വീട് എത്ര സൈസിലുള്ളത് കെട്ടണം, അപ്പോൾ അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വരേണ്ടത്. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു റിട്ടയർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം കഴിയുമ്പോഴേക്കും സമാധാനത്തോടുകൂടി എന്ത് സാലറി ഉള്ള ചെറിയ മാന്യമായിട്ടുള്ള ഡീസൻറ്റ് സാലറി അല്ലെങ്കിൽ ഡീസൻറ്റ് ഇൻകമുള്ള ഒരു കുടുംബത്തിന് റിട്ടയർമെൻറ്റ് വളരെ സേഫ് ആവാനുള്ള വീടും എന്താ പറയുക, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കൂടി വരുന്ന പാർട്ട്, പിന്നെ മാനേജ്മെൻറ്റുമായിട്ടും എഡ്യൂക്കേഷനുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടുകളുമായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് വരിക. ഇൻഫർമേറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ആഴ്ചയിൽ ഓരോ ലോങ് വീഡിയോസ് ഇറങ്ങും. സോ പ്ലീസ് കീപ് ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൺലി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. നീ കളഭമാടുന്ന നേരം ആ പരിമളം എന്റെ വീട് കണ്ടാലും അവർ ഹോം ഇറ്റ്സ് ലൈക്ക് ഓസം. സമയമേ നീയോ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, നിറയുക സിരകളിലനു അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്റ്റില്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇതിൽ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ട്. കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.